തൃശൂർ ജില്ലയിലെ നിഷ്കളങ്കരായ വോട്ടർമാരെ പറ്റിച്ച് കോമാളി വേഷം കെട്ടി വോട്ട് തട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി കടന്നുവന്ന സുരേഷ് ഗോപിക്ക് നേരെ UDF സ്ഥാനാർത്ഥിയായ TN പ്രതാപൻ ഒന്നാം തരം സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയിരിക്കുന്നത്. ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ ചേരാനിരിക്കുന്നുവെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടയ്ക്കാണ് തൃശൂരിലെ സിറ്റിംഗ് MP ആയ TN പ്രതാപനും കോൺഗ്രസ് പ്രവർത്തകരും ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. സാധാരണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഡർ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താറുള്ളത് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമാണ്. എന്നാൽ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നതോടുകൂടി ലീഡറുടെ സ്മൃതി മണ്ഡപം നിലനിൽക്കുന്ന മുരളി ഭവനം ഇനി ഒരു BJP നേതാവിന്റെ വീടായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്വന്തമായി ഒരു പൈതൃകവും അവകാശപ്പെടാനില്ലാത്ത സംഘികൾ, പ്രത്യേകിച്ച് നാണവും മാനവും അല്പം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സ്വാഭാവികമായും ലീഡറുടെ പൈതൃകം അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അത് തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മനസ്സിലാക്കിയ തൃശൂരിലെ UDFന്റെ സ്ഥാനാർത്ഥി TN പ്രതാപൻ അദ്ദേഹം മുൻകൂട്ടി വളരെ പെട്ടെന്ന് തന്നെ ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു. ലീഡർ കെ കരുണാകരന്റെ പൈതൃകവും പാരമ്പര്യവും തൃശൂരിലെ നല്ലവരായ മനുഷ്യർക്കും കോൺഗ്രസിനും മാത്രം അവകാശപ്പെട്ടതാണെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു TN പ്രതാപനും സംഘവും ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ പുഷ്പാർച്ചനയിലൂടെ ചെയ്തത്. സംഘി സുരേഷ് ഗോപി ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്ക് തൃശൂർ മണ്ഡലം മുഴുവൻ കറങ്ങിത്തിരിഞ്ഞ് സംഘിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരാൻ ശേഷിയുള്ള ചീറ്റപ്പുലിയാണെന്ന് താനെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് TN പ്രതാപൻ.